ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഒരുപാട് ജോലികളല്ല, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകണം. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചതിന് ശേഷം വേണം എനിക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. നമ്മളെപ്പോഴും കിച്ചണിലോട്ട് ആദ്യം കയറുന്ന സമയത്ത് എൻ്റെ ഇവിടെ ഞാൻ നനഞ്ഞ തുണി കൊണ്ട് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം രാത്രി എന്തെങ്കിലും പ്രാണികളൊക്കെ അതിൻ്റെ എന്താ പറയുക ആ കൗണ്ടർ ടോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇതാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റുടനെ തന്നെ നനഞ്ഞ തുണി കൊണ്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ വീടാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നും എന്തൊക്കെ പ്രാണികളാണ് വരുന്നതെന്നും ഒക്കെ ഉള്ളത്. അത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്ന് പാപ്പുവിന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉച്ചയ്ക്ക് സ്കൂളിലും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ചോറ് വയ്ക്കാനുള്ള സമയമൊന്നുമില്ല. ഇന്ന് ചോറ് അമ്മയുടെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. ഇവിടെ മിക്കവാറും ഒക്കെ കവറിലെ മാവാണ് കേട്ടോ മേടിക്കുന്നത്. അമ്മ എപ്പോഴെങ്കിലും അരയ്ക്കുന്ന സമയത്ത് തരാറുണ്ട്, ഇല്ലെങ്കിൽ കവർ മാവ് തന്നെയാണ് മേടിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും ദോശപ്രിയരാണ്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ മാവ് മിക്കവാറും കാണാറുണ്ട്. പിന്നെ പാപ്പുവിനും ബിജുവിനൊക്കെ ഇഡ്ഡലിയും ചമ്മന്തി ഇഷ്ടമാണ്. അപ്പോൾ പാപ്പുവിനോട് ചോദിച്ചപ്പോൾ ഏത് ചമ്മന്തി വേണമെന്ന് ചോദിച്ചപ്പോൾ ചുമന്ന ചമ്മന്തി വേണോ വെള്ള ചമ്മന്തി വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചുമന്ന ചമ്മന്തി മതി എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ ആ ഒരു റൂട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനത്തെ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ബിജുവിനൊക്കെ കൂടുതൽ താല്പര്യം. എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. അതുകൊണ്ട് എനിക്കതൊരു വിഷയമേ അല്ല കേട്ടോ. അപ്പോൾ ഈ ഉപ്പിട്ട് മാവ് നല്ലോണം കലക്കണം. ഇല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്തില്ലേ ആ ഉപ്പ് അവിടെ ആയിട്ട് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കും. എനിക്ക് പലതവണ ആദ്യത്തെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല സമയമെടുത്ത് നല്ലോണം മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ വലത് കൈക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ്, എന്നാലും മിക്സ് ചെയ്തല്ലേ പറ്റുള്ളൂ. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എണ്ണ തൂക്കിയിട്ട് തട്ടിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, മാവ് ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അവിടെ ഇരുന്ന് കാര്യമായിട്ട് വെന്തോളും. നമ്മളിനി ഇതിൻ്റെ പുറകിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ പാപ്പുന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളം കൂടെ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതും അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ തേങ്ങ തിരുമാനായിട്ട് പോയി. നല്ല പ്രകൃതി സുന്ദര രമണീയതയൊക്കെ ആസ്വദിച്ചിട്ട് തേങ്ങ തരുക കേട്ടോ. കാരണം എൻ്റെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പുറകു സൈഡിൽ നിന്ന് നിൽക്കുമ്പോഴേക്കും ആ ചുറ്റുപാടുമുള്ള എല്ലാ കാഴ്ചകളും കണ്ട് തേങ്ങ തരുക. ആ ഒരു സമയമായപ്പോഴേക്കും പാപ്പു എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി മേലെ എഴുതി പല്ലൊക്കെ തേച്ചിട്ട് വരാനായിട്ട്. അത് സ്വന്തമായിട്ട് തന്നെ ചെയ്തോളൂ. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ ആ ഒരു പണിയിൽ കൈ കടത്തേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചമ്മന്തിക്ക് അരച്ച് കടുക് വറുത്ത് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് ചൂടാക്കി എടുത്ത്, നമ്മളിത് തിളപ്പിക്കില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തല്ലേ ഉള്ളൂ. അങ്ങനെ പാപ്പുവിന് കൊണ്ടുപോകാനുള്ളതെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇന്ന് സ്നാക്സിനും ബിസ്ക്കറ്റാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിയും വെള്ളവും ഒക്കെ റെഡിയായി. ഇനി എൻ്റെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഈ കുട്ടിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുക എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികൾക്ക് ഇതിലും നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്, അവർ കഴിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇങ്ങനെ പുറകിലിങ്ങനെ നടത്തും നമ്മളെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലകയൊക്കെ കാണുമെന്ന് പറയില്ലേ. പിന്നെ ഒരെണ്ണമെങ്കിലും കഴിച്ചിട്ട് പോയാൽ നമുക്ക് അത്രയും സമാധാനം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പുറകെ വാലുപോലെ നടക്കും. ഈ ഒരു കാര്യമാണ് എനിക്ക് പാപ്പുവിൻ്റെ കാര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത്. ഈ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇത്രയും നിർബന്ധിച്ച് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇടയിലേക്ക് കഴിച്ചിട്ടിരുന്നപ്പോഴേക്ക് സ്കൂൾ ബസ് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റോഡിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. അപ്പം പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബിജുവിനും അമ്മയ്ക്കും ഉള്ളതൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് അവിടെ എത്തിയാൽ മതി. അങ്ങനെ ഞാൻ കാര്യമായിട്ട് ടി വിയൊക്കെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡി ആയിട്ട് ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഇതാ പോവാണ് കേട്ടോ. കൃത്യസമയത്ത് തന്നെ ഓട്ടോ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് റോഡിലോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകണം. ഇന്ന് ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ഉണ്ട്. അതാണ് അമ്മയുടെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മ എപ്പോഴും പറയും വരുമ്പോൾ ഉള്ള ബ്ലഡെല്ലാം അവർ ഊറ്റിയെടുക്കുകയാണെന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് മെഡിസിനൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നല്ല ചോറും എരിശ്ശേരിയും നെത്തോലി മീനും മാങ്ങാക്കറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് ഒരു ഡയറി മിൽക്കും കൂടെ കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് 4:30 ആയപ്പോൾ പാപ്പു എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. ആ വിശേഷങ്ങൾ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി ഈവനിങ്ങുള്ള ഡിന്നറിനുള്ള പരിപാടികൾ നോക്കണം. ബാക്കിയുള്ള ജോലികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.